കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് റബ്ബർ. കേരളത്തിലെ കർഷകരിൽ കൂടുതൽ ആൾക്കാരും ഈ കൃഷിയാണ് ചെയ്യുന്നത്. ഇത് ദിവസം വരുമാനം തരുന്ന ഒരു കൃഷിയാണ്. പശുവിനെ കറന്ന് പാൽ കിട്ടുന്നത് പോലെ എല്ലാ ദിവസവും ഇതിൽ നിന്നും പാൽ ലഭിക്കുന്നു. പശുവിനെ കറക്കുമ്പോൾ തൊഴിക്കുമെന്ന് പേടിക്കണം. ഇത് നമുക്ക് ധൈര്യമായി പോയി പാൽ എടുക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാ ദിവസവും റബ്ബർ മരം ടാപ്പിംഗ് ചെയ്യുമായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞു വന്ന് ഇപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം അല്ലെ 3 പ്രാവശ്യം മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത്. കാരണം ഇപ്പോൾ ഉൽപ്പാദനം കൂടിയ ഇനങ്ങളാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ നാടൻ മരങ്ങളായിരുന്നു, അതിന് പാൽ വളരെ കുറവായിരുന്നു. അന്ന് എല്ലാ ദിവസവും ടാപ്പിംഗ് ചെയ്യുമായിരുന്നു, ആഴ്ച 6 ദിവസവും. അതിനുശേഷമാണ് കേരളത്തിൽ ഉൽപ്പാദനക്ഷമത കൂടിയ ഇനങ്ങൾ വന്നത്. RRI 105, 235, GT1 600 ഇനത്തിൽപ്പെടുന്നത്. RRI എന്ന് പറയുന്നത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കർഷകർ ഏറ്റവും നല്ല ഇനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 105 ഇനത്തിൽപ്പെടുന്ന മരങ്ങളാണ്. ഇപ്പോൾ വന്ന ഇനങ്ങളാണ് 430ഉം 414ഉം. 105 ഇനം മരങ്ങളാണെങ്കിൽ ആഴ്ച 4 പ്രാവശ്യം വെട്ടാം. 414, 430 മരങ്ങളാണെങ്കിൽ 2-3 വെട്ടിൽ കൂടുതൽ വെട്ടാൻ പറ്റുകയില്ല. ഇതിന് പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ഇല കൊഴിഞ്ഞു പോകുന്നില്ല, പെട്ടെന്ന് ഇത് വളർന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഇല കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ അതൊരു റബ്ബർ മരത്തിന് ക്ഷീണമാകാറുണ്ട്. അപ്പോൾ റബ്ബർ തൈ നടുമ്പോഴായാലും കൂമ്പുചീയൽ രോഗം വന്ന് ഇല കൊഴിഞ്ഞു പോകുമ്പോൾ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഇല വരികയുള്ളൂ. പക്ഷേ ഇതിന് ആ പ്രശ്നമില്ല, അങ്ങനെ ഇല കൊഴിഞ്ഞു പോകില്ല. അപ്പോൾ ഇതിന് വളർച്ച കൂടുതലായിട്ട് വരും. അഥവാ ഇല കൊഴിഞ്ഞു പോയാലും പെട്ടെന്ന് തന്നെ ഇത് തളുത്ത് വരുന്നതാണ് കാണുന്നത്. കാറ്റത്ത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. 105 മരത്തിന് പാല് കൂടുതലാണെങ്കിലും കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഇനം മരങ്ങളാണ് ഈ 105 മരങ്ങൾ. റബ്ബർ കർഷകരെ മറ്റ് ജനങ്ങൾ മടിയന്മാരായിട്ടാണ് കാണുന്നത്. അതായത് റബ്ബർ തൈ വെച്ച് ജോലിക്കാരെ നിർത്തി 6-7 വർഷം വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആദായം എടുക്കുകയാണ്. പിന്നെ ഒരു ടാപ്പിംഗുകാരനെ നിർത്തി പിന്നെ ഒരു 20 വർഷം ടാപ്പിംഗ് ചെയ്യുകയാണ്. പിന്നെ ഒരു 20 വർഷം കഴിയുമ്പോഴേ അടുത്ത തൈ വെക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കൃഷിയെക്കുറിച്ച് അറിയാത്തൊരു മറ്റുള്ള ആൾക്കാർ ജനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏത് കൃഷിയായാലും നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ, വെറുതെ കിട്ടുകയില്ല. മറ്റ് ഏത് കൃഷിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും റബ്ബർ കൃഷി മുന്നിൽ നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ദിവസം ആദായം കിട്ടും എന്നുള്ളതാണ്. നമ്മളൊരു ദിവസം പോയി രാവിലെ ടാപ്പിംഗ് ചെയ്ത് പിറ്റേന്ന് തന്നെ നമുക്ക് അത് കൊടുത്ത് ക്യാഷ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളൊരു മറ്റ് കൃഷിയൊക്കെ ആണെങ്കിൽ ചിലപ്പം 1 വർഷം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ റബ്ബറിനെ ബാധിച്ചിരിക്കുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് റബ്ബറിന് വിലക്കുറവാണ്. 1 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ 200 രൂപ ചെലവ് വരും. അപ്പോൾ 200 രൂപയെ പുറത്ത് വരുന്ന ക്യാഷ് മാത്രമേ കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 300 രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ഈ കൃഷി ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. 2013 240 രൂപ വരെ റബ്ബർ ഷീറ്റിന് വന്നിരുന്നു. ഇപ്പോൾ 2026 13 വർഷം പിന്നിടുമ്പോഴും ഈ 240 രൂപ ഇപ്പോൾ നിലവിലില്ല. അത് മറ്റ് സാധനങ്ങളിൽ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ മറ്റ് സാധനങ്ങൾക്കെല്ലാം വൻ വിലയായി. അടയ്ക്കൊക്കെ അന്ന് 50 രൂപയുള്ളായിരുന്നു, ഇപ്പോൾ 500 രൂപയൊക്കെ വിലയായി. അപ്പോൾ അത്രയേറെ അതിനൊക്കെ വില കൂടിയപ്പോൾ റബ്ബറിന് ഈ വില തീർത്തും നഷ്ടം തന്നെയാണ്. എങ്കിലും കർഷകർ ഇതുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ റബ്ബറിന് വില കുറഞ്ഞപ്പോൾ വസ്തുവിനും വില കുറഞ്ഞിരിക്കുകയാണ്. നേരത്തെ റബ്ബറിന് വില കൂടിയ സമയത്തൊക്കെ 50,000, 1,00,000 രൂപയൊക്കെ ഒരു സെൻറ്റിന് വന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു സെൻറ്റിനൊക്കെ 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ വൻ വിലയ്ക്ക് വസ്തു വാങ്ങിയവർ നഷ്ടം സഹിച്ചും ഇപ്പോൾ വിൽക്കുകയാണ്. ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിംഗ് നിർത്തേണ്ട സമയമാണ്. റബ്ബർ ഇല തളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ തളുത്ത് വരുന്ന സമയത്ത് എന്തുകൊണ്ടും ഈ റബ്ബർ ടാപ്പിംഗ് നിർത്തുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ റബ്ബറിന് അത്രമാത്രം ക്ഷീണമായിരിക്കും. റബ്ബർ വില ഇപ്പോൾ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇന്ന് 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ റബ്ബർ ബോർഡ് പറഞ്ഞിരിക്കുന്ന വില RSS 4 1 കിലോയ്ക്ക് 208 രൂപ 50 പൈസയും, RSS 5 1 കിലോയ്ക്ക് 203 രൂപ 50 പൈസയും. ഒട്ടുപാൽ വ്യാപാരി വില 121 രൂപ മുതൽ 138 രൂപയ്ക്ക് വരെയും ആൾക്കാർ ഒട്ടുപാൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാലും RSS 4 കിലോയ്ക്ക് 205 രൂപയ്ക്ക് വരെയും ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് റബ്ബറിൻ്റെ വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയും ന്യൂസും കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം.